ഇസ്രായേൽ ഇറാൻ വിഷയം കൈവിട്ട് പോവുകയാണല്ലോ എന്നാണ് മനസ്സിലാവുന്നത്. അൺകണ്ടീഷണൽ സറണ്ടർ എന്നാണ് ഇന്നലെ ട്രംപ് ഇറാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇന്ന് നമ്മൾ കണ്ടത് എന്താ? അയത്തുള്ള ഖൊമേനി വന്നിട്ട് പറയുന്നു, അൺകണ്ടീഷണൽ സറണ്ടർ പോയിട്ട് സൗകര്യമില്ല, ഇങ്ങോട്ട് കയറി ചൊറിയാനോ അടിക്കാനോ വന്നു കഴിഞ്ഞാൽ ട്രംപാണ് US ആണെന്നൊന്നും നോക്കില്ല, നല്ല 8ൻ്റെ പണി തിരിച്ചു കിട്ടും എന്നുള്ളതാണ് അവരുടെ ഒരു സ്റ്റാൻഡ്. ഓക്കെ, നിരുപാധികം കീഴടങ്ങാൻ ആവശ്യപ്പെട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പോസ്റ്റുകൾക്ക് ശക്തമായ മറുപടിയാണ് ഇറാൻ പരമോന്നത നേതാവ് ഇന്ന് നൽകിയത്. ഭീഷണിക്ക് വഴങ്ങില്ലെന്നും ഇസ്രയേലിനൊപ്പം നിന്ന് ഇറാനെ ആക്രമിച്ചാൽ നികത്താൻ കഴിയാത്ത നഷ്ടം അമേരിക്കയ്ക്ക് സംഭവിക്കുമെന്നുമാണ് അയത്തുള്ള അലി ഖമനേയിയുടെ ഭീഷണി. US സൈനിക ഇടപെടലുണ്ടായാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ഇറാൻ ഒരിക്കലും കീഴടങ്ങില്ലെന്നും ഖമനേയി പ്രത്യേക അഭിസംബോധനയിൽ രാജ്യത്തോട് പറഞ്ഞു. ട്രംപിന്റെ മറുപടി എങ്ങും തൊടാതെയായിരുന്നു. യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുമോ എന്ന് US പ്രസിഡന്റ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നില്ല. ചിലപ്പോൾ ആക്രമിക്കും, ചിലപ്പോൾ ആക്രമിക്കാതിരിക്കും എന്നാണ് ട്രംപ് ഭാഷ്യം. ഇറാന്റെ ഭൂഗർഭ ആണവ സംവിധാനങ്ങൾ തകർക്കാൻ അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ നൽകണമെന്ന് ഇസ്രയേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാന് ചുറ്റും ഗൾഫ് മേഖലയിൽ അമേരിക്കയ്ക്ക് ഒട്ടേറെ സൈനിക താവളങ്ങളുമുണ്ട്. ഇവിടങ്ങളിലേക്ക് കൂടുതൽ സൈനികരെ എത്തിക്കുന്ന US പടയൊരുക്കം ശക്തമാക്കിയിട്ടുണ്ട്. യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാൻ ആവശ്യമായ പ്രത്യേക ടാങ്കർ വിമാനങ്ങൾ വിന്യസിച്ചു കഴിഞ്ഞു. എന്നാൽ നേരിട്ടൊരു യുദ്ധത്തിൽ പങ്കാളിയാവുക ട്രംപിന് അത്ര എളുപ്പമല്ല. റിപ്പബ്ലിക്കൻ പാർട്ടിയിലും അമേരിക്കൻ ഭരണകൂടത്തിലും എതിരഭിപ്രായമുണ്ട്. US സൈനിക താവളങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്തുകയും US സൈനികർക്ക് ജീവഹാനി ഉണ്ടാക്കുകയും ചെയ്താൽ ട്രംപിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും. യുദ്ധത്തിലേക്ക് അമേരിക്കയെ വലിച്ചിഴക്കരുത് എന്നാണ് US പ്രതിപക്ഷവും ആവശ്യപ്പെടുന്നത്. അമേരിക്ക എല്ലായിടത്തും കയറി ആളാവാൻ നോക്കി ലാസ്റ്റ് പൂഞ്ഞാറ്റിലായ അവസ്ഥയ്ക്ക് പോവോ, അതോ അമേരിക്കയും ഈ പറഞ്ഞ ഇസ്രായേലും കൂടി ചേർന്ന് ഇറാനെ പണിഞ്ഞു തീർക്കുമോ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ എന്താണെങ്കിലും കണ്ടറിയണം. പിന്നെ അമേരിക്കയാണ്, ട്രംപാണ്, ഭീഷണീൻ്റെ മുകളിൽ മാത്രം നിൽക്കുമോ അതോ ഇനി എടുത്ത് തേടി എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളതൊക്കെ ഡൗട്ട്ഫുള്ളാണ്. ഇതിലൊരു കാര്യം പറയാനുള്ളത്, ഇറാൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ഇറാനിൽ വൻ നാശനഷ്ടങ്ങളുണ്ട്. ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ല, മീഡിയാസിന് ആക്സസ് ഇല്ല. സോ അതുകൊണ്ട് തന്നെ അവിടെ എത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇൻ്റർനെറ്റ് ആക്സസ് ഉണ്ട്, അവിടെയുള്ള ആളുകൾ തന്നെ കണ്ടിന്യൂസ്ലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, മീഡിയാസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ അവരുടെ എന്തൊക്കെയാണ് വിഷയങ്ങൾ എന്നുള്ളത് പുറത്തറിയുന്നുണ്ട്. ഇസ്രായേലാണെങ്കിലും ഇറാനാണെങ്കിലും, എസ്പെഷ്യലി ഇറാന് വലിയൊരു ബാക്കപ്പ് ഇപ്പോൾ എവിടുന്നും ഇല്ല. ഓക്കെ, ഒരു മോറൽ സപ്പോർട്ട് കൊടുക്കാൻ ബാക്കി രാജ്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കുറേ പേര് എന്നല്ലാതെ. ചൈന മേ ബി ബാക്ക് ഡോർ വഴി എന്തെങ്കിലും ചെയ്താലേ ഉള്ളൂ, അല്ലാത്ത പക്ഷം നോ റഷ്യ, നോ അതർ കൺട്രീസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് റിസോഴ്സസ് വേണ്ടേ? യുദ്ധം ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് അങ്ങോട്ട് അയക്കാൻ സാധനം വേണ്ടേ? റോക്കറ്റ്. അപ്പോൾ ആദ്യം കഴിഞ്ഞ വർഷം തന്നെ കുറേ പ്രോക്സിക്കും കുറേ ഇവരൊക്കെ ആയിട്ട് അയച്ച് തീർത്തിട്ടുണ്ട് കുറേ. ഇപ്രാവശ്യം നോക്കുമ്പോൾ അടുപ്പിച്ച് 300-400 റോക്കറ്റ് ഇസ്രായേലിലേക്ക് ഇറാൻ വിടുന്നുണ്ട്. അവിടെ പോയി വീഴുന്നതിൻ്റെ എണ്ണം വളരെ കുറവാണ്. 300 പോയാൽ 30 അവിടെ വീഴുന്നുള്ളൂ. ബാക്കി ഫുള്ള് അവിടുത്തെ എയർ ഡിഫൻസ് അടിച്ചു പൊളിച്ച് കളയുന്നുണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഈ സാധനങ്ങൾ വേണ്ടേ, റിസോഴ്സസ് കുറയും. അവിടെയാകാൻ തന്നെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം റിസോഴ്സ് ഉണ്ടാവില്ല. ഇതിപ്പോൾ അടിച്ച് പൊട്ടിക്കാൻ വേണ്ടി എയർ ഡിഫൻസിന് ഈ വരുന്ന റോക്കറ്റിനെ പൊട്ടിക്കുന്ന വേറെ റോക്കറ്റ് വെച്ചിട്ടാണുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇസ്രായേലിൻ്റെ കയ്യിലും പ്രത്യേകിച്ച് ഇനി ഒരു 10 ദിവസത്തേക്കുള്ള ഡിഫൻസ് സിസ്റ്റം വർക്ക് ചെയ്യാനുള്ള സാധനങ്ങളേ ഉള്ളൂ. മേ ബി ഇനിയിപ്പോൾ അമേരിക്ക ഹെൽപ്പ് ചെയ്താൽ മാത്രം അവർ കുറച്ചുകൂടി പിടിച്ചു നിൽക്കാം എന്നുള്ളൊരു അവസ്ഥയാണ് അവരുത്. സോ ഇതൊരു പെട്ടെന്ന് അവസാനിക്കുന്നൊരു യുദ്ധമായിട്ടൊന്നും എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. അതങ്ങനെ പെട്ടെന്ന് അവസാനിക്കുന്നൊരു യുദ്ധമല്ല. ഈവൻ അമേരിക്കയും ഇസ്രായേലും കൂടി ഇറാനിട്ട് അടിച്ചാലും ഇത് പെട്ടെന്ന് തീരില്ലേ, കുറേ ടൈം എടുക്കും ഈ സാധനം. ഇവർ ഈ പറയുന്നത് പോലെ ഇറാൻ്റെ സുപ്രീമിനെ അങ്ങോട്ട് പെട്ടെന്ന് പോയിട്ട് തീർക്കാം, അത് ചാൻസസ് ആർ വെരി ലെസ് എന്നേ പറയാനുള്ളൂ. കാരണം ഇറാൻ്റെ ഒരു തരം ഭൂഘടന വെച്ച് അവിടുത്തെ ഹില്ലി ഏരിയാസിൽ ഇവർ എവിടെ പോയി ഒളിപ്പം, മൊസാദാണെങ്കിൽ പോലും കണ്ടുപിടിച്ച് പിന്നെ അയാൾ അസാസിനേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടഫായിട്ടുള്ള പരിപാടിയാണ്. എന്താണെങ്കിലും ഞാനിവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. ഓക്കെ, ബെഞ്ചമിൻ നെതന്യാഹു വർഷങ്ങളായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഈ ഇറാൻ്റെ കേസിൽ. നമുക്ക് നോക്കിയോക്കാം. If not stopped,
Iran could produce a nuclear weapon in a very short time. It could be a year, it could be within a few months. They have the wherewithal, the stored up, preserved knowledge to make a bomb very quickly if they wanted to do it. Iran is so dangerous. Weeks away from having the fissile material for an entire arsenal of nuclear bombs. They're very close. They're 6 months away from being about 90% of having the enriched uranium for an atom bomb. Iran is gearing up to produce 25 bombs, atomic bombs a year, 250 bombs in a decade. Ladies and gentlemen, time is running out. Iran will be capable of producing alone, without importing anything, nuclear bombs within 3 to 5 years. 1995 മുതൽ 2025 വരെ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഒരേ കാര്യമാണ്. ഇപ്പുണ്ടാക്കുവര് സാധനം. പക്ഷേ ഇതിൽ വിഷയം ഇവിടെയൊന്നും അല്ല കിടക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലായൊരു കാര്യം ഞാൻ പറയാം. ഇസ്രായേലിന് ദ ഫേസ് ആവണം. മനസ്സിലായോ? ഇസ്രായേലിന് എപ്പോഴും ഈ മിഡിൽ ഈസ്റ്റിലൊരു മുഖമായിട്ട് മാറണം. അതാണ് അവരുടെ ഒരു ആവശ്യം. ഇപ്പോൾ അമേരിക്ക അബ്രഹാം കോച്ച് കൊണ്ടുവന്ന സമയത്ത് 2020 ആ ടൈമിലടക്കം ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇങ്ങോട്ട് എന്താ പറയുക സോളിഡാക്കാനും അതിൻ്റെ ഒരു സ്മൂത്ത് ഫേസിലേക്ക് കൊണ്ടുവരാനും ഇസ്രായേലിനെ മിഡിൽ ഈസ്റ്റിലെ ഒരു നല്ല ഫേസ് ആക്കാനുമാണ് നിന്നത്. ആ ടൈമിലാണ് എബ്രഹാം കോച്ച് ഏകദേശം ഓൾമോസ്റ്റ് എല്ലാവരും ഒന്ന് ആക്സെപ്റ്റ് ചെയ്ത് വന്നു. കുറച്ചധികം അറബ് രാജ്യങ്ങളത് ഒപ്പിടാൻ വേണ്ടി റെഡിയായി എന്നുള്ള സമയത്താണ് ഇറാൻ കയറിയിട്ട് എന്ത് ചെയ്തത് അടി തുടങ്ങിയത്. അപ്പോൾ അവിടെ ആദ്യം ഒരു ചൊറിയിട്ട് കൊടുത്തത് ഇറാനായിരുന്നു. അപ്പോൾ ഇറാൻ്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെയും അമേരിക്കൻ്റെയും ഈ ഒരു നീക്കം മിഡിൽ ഈസ്റ്റിൽ ഇറാനെ അടക്കമുള്ള കുറച്ച് ആളുകളെ സപ്രസ് ചെയ്ത് ബാക്കിയുള്ളവരെ കൺവിൻസ് ചെയ്ത് ഇവരവിടെ ഒരു ഫേസ് ആവുക, ഇസ്രായേൽ ഒരു ഫേസ് ആയിട്ട് മാറുക. ഇസ്രായേൽ ഈസ് ഓൾവേസ് ലൈക്ക് അമേരിക്കൻ്റെ ഒരു പ്രോക്സി ആയിട്ട് നിൽക്കും. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇറാൻ അത് ആക്സെപ്റ്റബിൾ അല്ല. ഇറാൻ്റെ ഭരണകൂടത്തിന് അത് ആക്സെപ്റ്റബിൾ അല്ല. അപ്പം ഇറാൻ്റെ ഭരണകൂടത്തിന് അട്ടിമറിക്കണം, എന്നിട്ട് ഇവരുടെ ഒരു പപ്പറ്റ് സാധനത്തിന് അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യണം, ലൈക്ക് ഇറാഖ്. അപ്പം ഇതാണ് കാലങ്ങളായിട്ട് ഇവരുടെ ലക്ഷ്യം. അതിലേക്കാണ് ഇവർ ഈ 1995 മുതൽ നെതന്യാഹു അടക്കം എല്ലാവരും പറയുന്നത് ഇറാൻ്റെ മറ്റത് ഉണ്ടാക്കും, ഇപ്പോൾ യുറേനിയം കൊണ്ടുവരും മറ്റേ ഉണ്ടാക്കും, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി എബ്രഹാം കോച്ച് എന്താണെന്ന് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ സൈഡിൽ വയ്ക്കാം. ഓക്കെ, ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം നല്ല രീതിയിലാക്കാനും ട്രേഡും ബാക്കി കാര്യങ്ങളും ടൂറിസവും ഗവേഷണവും ശാസ്ത്രവും ഒക്കെ മിക്സ് ചെയ്ത് എല്ലാം കൂടി നല്ല രീതിയിലാക്കാനുള്ളൊരു പരിപാടിയാണ്. അതിനന്ന് ഇനീഷ്യേറ്റ് ചെയ്തത് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ വിഷയത്തിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇന്ന് ചർച്ച നടക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു എബ്രഹാം കോച്ചിനെ കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ടുള്ളൊരു നിരീക്ഷണം അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ പ്രസാദാണ് അങ്ങനെ പേര്, പ്രകാശോ പ്രസാദാണ് അങ്ങനെ പേര്. ഞാൻ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ കാണുന്നുണ്ട് ഈ യുദ്ധം റിലേറ്റഡ് ആയിട്ടുള്ള ടോക്സിൽ. വിദേശകാര്യ വിദഗ്ധൻ എന്ന് പറഞ്ഞ ആണ് അങ്ങേരുടെ ടാഗ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ സംസാരിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ പ്രശ്നം നമുക്കറിയാം, ഏതാണ്ട് 1920 മുതൽ തുടങ്ങിയൊരു വിഷയമാണ്. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ ചർച്ചകളിൽ അതിൻ്റെ വസ്തുതകളെ നമ്മൾ കാണുന്നില്ല. 1940 പാകിസ്ഥാൻ വിഭജനം വേണം, പാകിസ്ഥാൻ എന്നുള്ള പ്രമേയം മുസ്ലിം ലീഗ് ഡിമാൻഡ് ചെയ്യുന്നത്. 46 അല്ലെങ്കിൽ 47 പാകിസ്ഥാൻ രൂപീകരിക്കേണ്ടായി. ലോകം കണ്ട ഏറ്റവും വലിയ മാനവരാശി ഏതാണ്ട് 2 കോടിയിലധികം ആളുകൾ അല്ലെങ്കിൽ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് അല്ലെങ്കിൽ അഭയാർത്ഥികളായി മാറിയ ഒരു ഇതായിരുന്നു ഇന്ത്യയുടെ വിഭജനം. ഈ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 1937 38 2 കമ്മിറ്റികളെ നിയോഗിക്കുകയുണ്ടായി. പിന്നെ ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി 1947 ഇന്ത്യ വിഭജനം നടക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ പാലസ്റ്റീൻ വിഭജനവുമായിട്ട് അന്ന് ട്രസ്റ്റ് ടെറിട്ടറി ആയിരുന്ന മാൻഡേറ്റ് ടെറിട്ടറി ആയിരുന്ന പാലസ്റ്റീനിൽ 2ആയിട്ട് വിഭജിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നത്. അതിൽ UN അംഗീകരിച്ച പ്രമേയത്തിലെ ഫോർമുല നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പാലസ്റ്റീൻ രാജ്യം നിലവിൽ 99% മുസ്ലിങ്ങളുള്ള പാലസ്റ്റീൻ രാജ്യവും 55% ജൂതന്മാരും 45% മുസ്ലിങ്ങളുമുള്ള ഇസ്രയേലും
അതുപോലെ അതായത് അന്താരാഷ്ട്ര തലത്തിലേക്ക് മൂന്നാമതൊരു നമ്മളിപ്പോൾ കേന്ദ്രഭരണ പ്രദേശം എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര മോണിറ്ററിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ജെറുസലേം ഉൾപ്പെടെയുള്ള മേഖലയുമായിട്ടാണ് അതിലേതാണ്ട് പകുതിയോളം ജൂതന്മാർ പെടും. അങ്ങനെ മൂന്നായിട്ടാണ് ഇതിനെ വിഭജനം പ്രമേയം കൊണ്ടുവരുന്നത്. അന്ന് ഐക്യരാഷ്ട്രസംഘ ജനറൽ അസംബ്ലി ഇതിൽ കൊണ്ടുവരുമ്പോഴും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഏതാണ്ട് 13 രാജ്യങ്ങളാണ് അതിനെ എതിർത്തത്. മറ്റു രാജ്യങ്ങൾ അത് അംഗീകരിച്ചു. ഐക്യരാഷ്ട്ര സംഘടനയുടെ തീരുമാനപ്രകാരമാണ് ഇസ്രയേൽ നിലവിൽ വന്നത്. അപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെയാണ് ഫസ്റ്റ് അറബ് ഇസ്രയേൽ വാർ വരുന്നത്. 56-ലും യുദ്ധമുണ്ടായി. 67-ലെ യുദ്ധം കഴിയുമ്പോഴത്തേക്കുമാണ് ഈ പാലസ്റ്റീൻ ടെറിട്ടറി ഏതാണ്ട് പൂർണ്ണമായിട്ടും ഇസ്രയേലിൻ്റെ ആധിപത്യത്തിലേക്ക് വരുന്നത്. അവിടെ തന്നെ പ്രായോഗിക സമീപനം സ്വീകരിച്ചുകൊണ്ട് 3 യുദ്ധങ്ങളിൽ പരാജയപ്പെട്ട ഈജിപ്റ്റ് ക്യാമ്പ് ഡേവിഡ് കരാറിലൂടെ ഇസ്രയേലിനെ അംഗീകരിക്കുകയും നയതന്ത്ര ബന്ധം തുടങ്ങുകയും സമാധാനത്തിനുള്ള നീക്കം നടത്തിയപ്പോഴത്തേക്കും മറ്റ് അറബ് ലോകത്തുള്ള രാജ്യങ്ങളെല്ലാം കൂടെ അതിനെ എതിർക്കുകയും അതിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. അന്ന് PLO അതിനെതിരായിരുന്നു. അത് കഴിഞ്ഞിട്ട് 93-ൽ ഓസ്ലോ പീസ് ട്രീറ്റി വരുമ്പോൾ PLO അംഗീകരിക്കുകയും പരസ്പരം 2 രാജ്യങ്ങളെ അംഗീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് തുടക്കം കുറിക്കുകയും പാലസ്റ്റീൻ അതോറിറ്റി നിലവിൽ വരികയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. ആ സമയത്താണ് ഹമാസ് പ്രധാനമായിട്ടും ഇറാൻ്റെ പിന്തുണയിലാണ് അതിനെ എതിർക്കുന്നത്. അതിനുശേഷം ഈ 2018, 19, 20 കാലഘട്ടത്തിൽ വരുന്ന എബ്രഹാം അക്കോർഡ് വന്നിട്ട് വെസ്റ്റ് ഏഷ്യയിൽ ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷം വരുന്ന സാഹചര്യത്തിലാണ് ഈ ഒക്ടോബർ 7-ലെ തീവ്രവാദ ആക്രമണം ഇസ്രയേലിൽ നടക്കുന്നത്. അത് ഇറാൻ്റെ പൂർണ്ണമായ സമ്മതത്തോടെ നടക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എബ്രഹാം അക്കോർഡ് നിലവിൽ വന്നു കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഉദാഹരണം സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രയേലുമായിട്ട് നയതന്ത്ര ബന്ധം തുടങ്ങാനുള്ള ആലോചനകൾ പുറംവാതിലൂടെ നടക്കുന്നുണ്ടായിരുന്നു. ബഹ്റിനും UAE മുന്നോട്ട് വന്നിരുന്നു. മറ്റ് പല മൊറോക്കോ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും മുന്നോട്ട് വന്നിരുന്നു. ആ തരത്തിൽ പുതിയ ഒരു സാഹചര്യം സമാധാനത്തിൻ്റെ അന്തരീക്ഷം വരുന്ന സമയത്ത് അതിനെ അട്ടിമറിക്കുകയാണ് ചെയ്തത്. കേട്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർക്കിപ്പോൾ ഇറാൻ ഭരണകൂടത്തിനെടുത്ത് മാറ്റണം. എസ്പെഷ്യലി അലി ഖമീനിനെ എടുത്ത് മാറ്റിയാൽ അവിടെ ഒരു അട്ടിമറി കൊണ്ടുവന്നാൽ ലൈക്ക് സദ്ദാം ഹുസൈൻ അവരെന്താണോ ചെയ്തത് അതുപോലെ ചെയ്താൽ മാത്രമേ ഈ ഇസ്രായേലിന് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ ഇടയിൽ ഒരു ഫേസ് വരും, ഒരു സൗണ്ട് വരും. ഇത് 2 രീതിയിലാവാം. ഒരു പക്ഷേ ഇറാനവർ ലൈക്ക് ഇറാഖ് അട്ടിമറിച്ച് സുപ്രീമിനെ തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഭയങ്കരമായി ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ നിങ്ങൾ ആലോചിക്കുക എന്തോ ഒപ്പിട്ട് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നില്ല മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും അവർക്ക് ഇപ്പോഴും ഇറാനോടൊരു ഇതുണ്ട്. അവർക്കിപ്പോഴും സ്മൂത്ത് റണ്ണിങ്ങിന് ഇറാൻ ഒരു പ്രശ്നമാകും എന്നുള്ളൊരു തോന്നൽ മനസ്സിനകത്തുണ്ട്. സോ അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ ഈ ഒരു ഗ്രാൻഡ് പ്ലാനിൽ അവരൊരു സൈലൻസ് കീപ്പ് ചെയ്യും. ഇടപെടാൻ ആരും വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി മോറൽ സപ്പോർട്ട് UAE പോലുള്ള രാജ്യങ്ങൾ കൊടുത്താലും ടർക്കി മാത്രമായിരിക്കും അവരുടെ കൂടെ നിന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പോണത്. ഓറൽസ് നേരത്തെ പറഞ്ഞ പോലെ ചൈന ബാക്ക്ഡോർ വഴിയോ റഷ്യ ഒരു മോറൽ സപ്പോർട്ട് അത്രേ അവർ കിട്ടാനുള്ളൂ. അപ്പോൾ ഈ ഒരു അവസ്ഥ അത് അറബ് രാജ്യങ്ങളിലും ഒരു മെജോറിറ്റി രാജ്യങ്ങൾ ഇത് ഓക്കെയാണ്. ഇറാൻ അവർ അടിച്ചിടുന്നതിൽ ഓക്കെ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അല്ലെങ്കിൽ ഇവർ ഇങ്ങനത്തെ ഒരു സൈലൻറ്റ് ഫേസിൽ നിൽക്കില്ലായിരിക്കും. കാരണം അത്രയും അഗ്രഷനാണ് ഇസ്രായേലും അമേരിക്കയും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഇപ്പോൾ ബങ്കർ ബസ്റ്റേഴ്സൊക്കെ കൊടുത്ത് ഇസ്രായേലിൽ അമേരിക്ക ഒന്നും കൂടി ഒന്ന് പവർഫുള്ളാക്കി കഴിഞ്ഞാൽ ഇറാൻ്റെ മണ്ണിലുള്ള അവർ എടുത്തു വെച്ചിട്ടുള്ള ന്യൂക്കിനടക്കം അടി തുടങ്ങും. അപ്പം അങ്ങനെ ഒരു സൈഡിൽ ഇവരുടെ ഒരു ഗ്രാൻഡ് പ്ലാന് എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ തിരക്കിൽ തന്നെയാണ് അമേരിക്കയും ഇസ്രായേലും. നമ്മുടെ നാട്ടിൽ നോക്കുന്ന സമയത്ത് ഞാൻ പ്രത്യക്ഷത്തിൽ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള തിരിവുണ്ട് ഇവിടെ. അമേരിക്ക ഇസ്രായേലിനെ എതിർക്കുന്ന ഒരു കൂട്ടം ആളുകൾ, ഇറാൻ എതിർക്കുന്ന ഒരു കൂട്ടം ആളുകൾ, ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, അവരൊക്കെ തമ്മിലിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം 2 ആൾ തമ്മിൽ ഇപ്പോൾ ഫുട്ബോളിൻ്റെയൊക്കെ മാച്ച് നടക്കുമ്പോൾ അർജൻറ്റീനയും ബ്രസീലും തിരിഞ്ഞിട്ട് ഇവിടെ എന്തെങ്കിലും ആൾക്കാർ നമുക്കുണ്ട വർത്താനം പറയാത്ത അവസ്ഥ. അതുപോലെ ആയിരുന്നു ഇപ്പോൾ നാട്ടിലൊക്കെ ആൾക്കാർ. ഈ ഇറാൻ്റെ സപ്പോർട്ടറല്ല എന്നോട് വർത്താനില്ല, ഈ ഇസ്രായേലിൻ്റെ സപ്പോർട്ടറല്ല എന്നോട് വർത്താനില്ല. അത്രയും സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആളുകൾ ഈ കാര്യങ്ങൾ എന്നുള്ളതാണ്. അതിനിടയിൽ അസീം മുനീറിനെ അമേരിക്കയിലേക്ക് വിളിച്ചിട്ട് ട്രംപിൻ്റെ വേറൊരു ഡ്രാമ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അസീം മുനീറിനാണെങ്കിൽ അമേരിക്കയിലുള്ള പാകിസ്ഥാനികളടക്കം എന്ത് ചെയ്തിട്ടുണ്ട്, അസീം മുനീർ വന്ന സമയത്ത് പച്ചത്തറിയും മറ്റത് വിളിച്ചിട്ടാണ് അവിടെ വെൽക്കം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വിഷ്വൽസൊക്കെ കുറേ ഉണ്ട്.
അതൊക്കെ നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ കിട്ടും. ഞാനവിടെ വെക്കുന്നില്ല, കാരണം കുറേ ഇംഗ്ലീഷിലുള്ള നല്ല തെറിവിളിയാണ് പാകിസ്ഥാനിൽ നസീം മുനീറിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും അതൊരു ട്രിക്കാണ് ഇവന്മാരെ. കാരണം ഇറാൻ അടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സൈഡ് പാകിസ്ഥാൻ മൊത്തത്തിൽ ആർമിയുടെ കയ്യിലാണ്. അപ്പോൾ നസീം മുനീറിനെ വിളിച്ചൊരു ചായയും വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ ട്രംപിന് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമായി. അവർക്ക് അവരെ വാർ ഹെഡ്സൊക്കെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം, പാകിസ്ഥാനിൽ പ്ലേസ് ചെയ്തിട്ട് ഇറാൻ അടിക്കാം. ഈസി ജോബാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം മേ ബി എന്ത് ചെയ്തേ, പാകിസ്ഥാൻ പ്രതിനിധിയെ വിളിച്ച് നസീം മുനീറിനെ വിളിച്ച് വിരുന്നൊരുക്കി ട്രംപ് ഒന്ന് നൈസായി സോപ്പിട്ട് വെച്ചത്. പാകിസ്ഥാനാണെങ്കിൽ ഒബ്വിയസ്ലി വീഴും ചെയ്യും. അവർക്കിപ്പോൾ അവരെ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് അമേരിക്ക എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്തും കൊടുക്കും. കാരണം അവർക്ക് ഏതെങ്കിലും വഴി കൂടി രാജ്യത്തേക്ക് 10 വായി ഒന്നായിക്കോട്ടെ എന്നുള്ള രീതിക്കാണ് അവരുടെ ഒരു നിൽപ്പ്. എന്താണെങ്കിലും ഞാൻ ആദ്യം ഈ വിഷയത്തിൽ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്റ്റാൻഡുണ്ട്. ആ സ്റ്റാൻഡിൻ്റെ ഒപ്പം നിൽക്കുക, രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളൂ. ഓക്കെ, അല്ലാതെ പേഴ്സണൽ സ്റ്റാൻഡ് കാണും, ഓരോരുത്തർക്കും ഓരോന്നാണ്. ഇപ്പോൾ എനിക്കൊരു സ്റ്റാൻഡ്, നിങ്ങൾക്കൊരു സ്റ്റാൻഡ് ഉണ്ടാവും. പക്ഷേ രാജ്യം എന്താണോ അൾട്ടിമേറ്റ്ലി തീരുമാനിക്കുന്നത് അതിലുറച്ച് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. ഫൈൻ. എന്താണെങ്കിലും വരും ദിവസങ്ങൾ, വരും ആഴ്ച, ഈ ഒരാഴ്ച, അടുത്തൊരാഴ്ചയിലേക്ക് പോകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടും. അമേരിക്കയും കൂടി കയറി വന്ന് ഇതിൽ ഇൻവോൾവ് ആയി ഡയറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്കും കുറച്ച് ഇമ്പാക്റ്റ് ഉണ്ടാവും. അതിനേക്കാൾ കൂടുതൽ ഇറാൻ്റെ അവസ്ഥയായിരിക്കും ഭയങ്കര ശോകം.